ഹായ് കൂട്ടുകാരെ, ഇന്നിവിടെ ഇതെൻ്റെ സ്വന്തം ഒരു റെസിപ്പിയാണ്. ഇത് ഇന്നലെ അപ്പം ചുട്ടേൻ്റെ ബാക്കി മാവിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് നമ്മൾ ഒരപ്പം ഉണ്ടാക്കുമല്ലോ, ചുടുമല്ലോ, അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത് അപ്പത്തിൻ്റെ മാവുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് റവ ചേർത്തു, പിന്നെ ഒരു ഏത്തയ്ക്ക അടിച്ച് ചേർത്തു, പിന്നെ കുറച്ച് സോഡാപ്പൊടി ഒക്കെ ചേർത്തു. ഇതുണ്ടാക്കുന്നത് ശരിയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും വീഡിയോ അങ്ങ് എടുക്കുകയാണ്. അപ്പം സോഡാപ്പൊടിയും ചേർത്തിട്ട് ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചിരുന്നു. ഇതിന് നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാം. ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ മുന്തിരിങ്ങ ചേർത്തിട്ടുണ്ട്, ഏലക്കയും ശകലം ജീരകവും കൂടെ പൊടിച്ചും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് കപ്പലണ്ടി എൻ്റെ കയ്യിൽ ഇത് വറുത്ത കപ്പലണ്ടി, ഞാനിത് പൊടിച്ച് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. ഇത് എൻ്റെ കയ്യിലുള്ളായിരുന്നു, അപ്പം ഇത് ചേർക്കാമെന്ന് വെച്ചു. ഈ പാത്രത്തിൽ വെച്ച് പുഴുങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് കുറച്ച് നെയ്യ് തടവാം. വിട്ടുപോയായിരുന്നു, ഇതിനകത്തൊരു സാധനം കൂടെ ഞാൻ ചേർത്തു. ഇവിടെ അമ്പലത്തിൽ നിന്ന് പാൽപ്പായസം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ആ പാൽപ്പായസവും കൂടെ ഞാൻ ഇതിനകത്ത് കുറച്ച് ചേർത്തു. ഇവിടെ ഞാൻ ഈ പാത്രത്തിലാണ് പുഴുങ്ങുന്നത്. ഇതിനകത്ത് ഞാൻ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഈ കപ്പലണ്ടി ഇതിനടിയിലോട്ട് പറക്കി ഇട്ടിട്ട്, ഇത് വറുത്ത കപ്പലണ്ടിയാണ്, അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒഴിക്കാം. മുന്തിരിങ്ങയൊക്കെ ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. കപ്പലണ്ടിയൊക്കെ ഞാൻ ഇതിൻ്റെ അടിയിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവ് ഇതിനകത്തോട്ട് ഒഴിക്കാം. ശരിയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്നാലും വീഡിയോ എടുത്ത് വെച്ച് എന്നിട്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കാം. ഇവിടെ ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു നന്നായി കിട്ടിയാണെങ്കിൽ വീഡിയോ എടുത്ത് വെച്ചിരുന്ന നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടുണ്ട്. സോഫ്റ്റായി നല്ല ടേസ്റ്റി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇത് പുഴുങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിത് തണുക്കുമ്പം ഇളക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ എന്തായാലും ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഇളകി വരാനും സോഫ്റ്റും ഒന്നും കാണത്തില്ലെന്ന് വിചാരിച്ചത്. എന്തായാലും ശരിയായിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ചേർത്ത് ഒന്നുകൂടെ പറയാം. ഇന്നലത്തെ അപ്പത്തിൻ്റെ മാവ്, കുറച്ച് റവ, ഒരു ഏത്തയ്ക്ക മിക്സിയിലിട്ട് അടിച്ചത്, പിന്നെ പാൽപ്പായസം, അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പാൽപ്പായസം, പിന്നെ മുന്തിരിങ്ങ, ഏലയ്ക്ക, ചെറിയ ജീരകം, പിന്നെ കപ്പലണ്ടി. എന്തായാലും റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു. എന്തായാലും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കഴിച്ച് നോക്കാം.